അറിവിൻ്റെ അഹന്തയുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ആഗമന കാലത്ത്. ക്രിസ്തു പിറവിയെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിട്ടും അത് അവഗണിച്ച് കളഞ്ഞവരല്ലേ യഹൂദ പുരോഹിതരും നിയമജ്ഞരും. രക്ഷകനെക്കുറിച്ചുള്ള ഹെരോദ്യസിന്റെ സംശയങ്ങൾക്ക് അവർ ഉചിതമായ ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. പഴയ നിയമ വെളിച്ചത്തിൽ പ്രവാചകന്റെ വാക്കുകൾ ഉരുവിട്ടുകൊണ്ട് യൂദയായിലെ ബെത്ലഹേമിൽ പിറക്കുമെന്ന സത്യം വെളിപ്പെടുത്തി അവർ രക്ഷകനെ ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. ജെറുസലേമിൽ നിന്ന് വെറും 6 മൈൽ ദൂരം മാത്രമേ ഉള്ളൂ ബെത്ലഹേമിലേക്ക് വന്ന് രക്ഷകനെ ദർശിക്കുവാൻ. എന്നാൽ അവർ അതിന് ഒരുക്കമായിരുന്നില്ല. ഒരുപക്ഷെ ഹെരോദസിൻ്റെ അപ്രീതിക്ക് കാരണമാകുമെന്ന ഭയം കൊണ്ടാവാം അവിടെ ഭക്തിയും വിശ്വാസവുമൊക്കെ വേദപുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. ഒന്നോർത്താൽ ഹെരോദസിനേക്കാൾ മോശമല്ല ഇവർ. അവൻ പ്രകൃതം കൊണ്ട് തന്നെ രക്ഷയുടെ വെളിച്ചമില്ലാത്ത കഠിനഹൃദയനായിരുന്നു. എന്നാൽ അനുദിനം തോറ ധ്യാനിച്ച് വിശ്വാസത്തെ ജീവശ്വാസമാക്കിയവർ, സത്യമാർഗം അറിഞ്ഞവർ രക്ഷകനെ തിരസ്കരിക്കുന്നു. ഇന്നും ചിലർ ഇങ്ങനെയുള്ളവരാണെന്നേ. സത്യമറിഞ്ഞിട്ടും അതിനു വേണ്ടി ത്യാഗം ചെയ്യുവാൻ മനസ്സില്ലാത്തവർ, വിശ്വാസ വഴിയിലാണെന്ന് അഭിമാനിക്കുമ്പോഴും ലോകസുഖങ്ങൾ ഉപേക്ഷിക്കുവാൻ വിസമ്മതിക്കുന്നവർ, ആത്മീയ നിർവികാരതയെ ജീവിതശൈലിയായി മാറ്റിയവർ, സ്വന്തലാഭങ്ങൾക്ക് വേണ്ടി ക്രിസ്തു സ്നേഹത്തെ ഒറ്റിക്കൊടുക്കുന്നവർ, ആത്മീയ ജ്ഞാനം വെറും അലങ്കാരം മാത്രമായി അണിയുന്നവരുടെ പ്രവൃത്തികൾ കരുണയായി പരിണമിക്കില്ലെന്നേ. അവിടെ അറിവുകൾ അവരെ ഉണർവിലേക്കല്ല, ബുദ്ധിശൂന്യമായ നിർവികാരതയിലേക്കാണ് നയിക്കുക. അവിടെ ത്യാഗം, അവിടെ പ്രാർത്ഥന, അവിടെ നന്മകൾ അവരെ രക്ഷകരിൽ നിന്നും അകറ്റി നിർത്തുകയേ ചെയ്യൂ. ആകയാൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഗമന കാലത്ത്.